ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ ദാമോദർ പ്രസാദ് പറഞ്ഞതിനോട് പ്രതികരിക്കാം താങ്കൾക്ക്. ഇപ്പോൾ അരാഷ്ട്രീയമായ ചാട്ടങ്ങൾ കോൺഗ്രസ് എന്തിനാണ് ഇങ്ങനെ മറ്റു പാർട്ടികളിൽ നിന്നും ആളുകളെ കാത്തിരിക്കുന്നത്? നോക്കൂ സ്മൃതി, തികച്ചും തെറ്റായ ഒരു കാര്യമാണ്, ഒരു നിരീക്ഷണമാണ്. ദാമോദർ പ്രസാദിൻ്റെ കാര്യമല്ല, നമ്മളിപ്പോൾ ഈ സ്മൃതി പറഞ്ഞ കാര്യം അങ്ങനെ ചാക്കിട്ട് പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ നോക്കൂ, നമ്മൾ ഇവിടെ BJPയുടെ പ്രസ്താവന അത് അപഹസിക്കുന്നതാണ്. കാരണം ഒരു നല്ല രാഷ്ട്രീയമായ നിലപാട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ BJPയുടെ തലക്കെട്ട് കിട്ടാൻ വേണ്ടിയുള്ള പ്രസ്താവനകളെല്ലാം നമ്മളത് ഗൗരവത്തിൽ എടുക്കണം. ഇപ്പം തന്നെ നോക്കൂ, KC വേണുഗോപാൽ G സുധാകരനെ സന്ദർശിച്ചത് സൗഹൃദ രാഷ്ട്രീയമാണെന്ന് വേണു പറയുമ്പോൾ നമ്മളതിൽ കാണുന്നത് എന്താണ്? സുധാകരൻ്റെ നിലപാടുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. G സുധാകരൻ എന്ന വ്യക്തിയല്ല, സുധാകരൻ്റെ നിലപാടുകൾ. അതിപ്പോൾ ശ്രീ ജയേന്ദ്രൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കാതോർക്കുന്നു എന്ന്. LK അദ്വാനെ മാർഗനിർദ്ദേശക മണ്ഡലമായിട്ട് ഇരുത്തിയ പോലെ സുധാകരനെ ഇരുത്താൻ ശ്രമിച്ചു CPM, ഓർമ്മയിട്ടല്ലോ. പക്ഷേ സുധാകരൻ ഇപ്പോഴും ഞാൻ സജീവമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം കണ്ണൂരാന്ന് തോന്നുന്നു ഒരു UDF അനുകൂല സംഘടനയുടെ സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ചത്. ഏതോ സഹകരണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ പരസ്യങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ നമ്മൾ ചർച്ച ചെയ്യുന്ന സുധാകരൻ്റെ നിലപാടുകളാണ്. ഈ നിലപാടുകളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ AICC ജനറൽ സെക്രട്ടറി സന്ദർശിക്കുമ്പോൾ അന്ന് തന്നെ BJP ഒരു അപഹാസ്യ പ്രസ്താവന ഇറക്കുക എന്ന് വെച്ചാൽ അത് CPMന് വേണ്ടിയിട്ട് വേണമെങ്കിൽ പറയാം. കാരണം ഇത് ശരിയാണോ? അത് G സുധാകരൻ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം നാളെ കോൺഗ്രസിലേക്കും വരില്ല, അദ്ദേഹം ഒരു പാർട്ടിയിലും പോകണമെന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകളുണ്ട്. ആ നിലപാട് എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞാണ് തിരുത്തലെന്ന് പറഞ്ഞ അവിടെയാണ്. അത് അദ്ദേഹം എത്ര കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്ര വിഷയങ്ങളിൽ, വിശ്വാസത്തിൻ്റെ വിഷയങ്ങളിൽ, കരുവന്നൂർ വിഷയങ്ങളിൽ, പൊതുമരാമത്ത് റോഡുകളുടെ വിഷയങ്ങളിൽ, ഇതിലൊക്കെ അദ്ദേഹത്തിന് ഓരോ രാഷ്ട്രീയമായ നിലപാടും അദ്ദേഹം കാണിക്കുന്നുണ്ട്. ആ നിലപാടുകളുള്ള ഒരാളെ AICC ജനറൽ സെക്രട്ടറി ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ അതിലൊരു രാഷ്ട്രീയ താല്പര്യമുള്ള ഒരാൾ കാണും, ആ സംശയമില്ല. അപ്പോൾ അത് കോൺഗ്രസ്സുകാരന് സന്ദർശിച്ച് ചെല്ലുമ്പോൾ ഉടനെ BJPക്കാരൻ്റെ പ്രസ്താവന ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇതിനെന്താ അർത്ഥമുള്ളത്? കോൺഗ്രസ് G സുധാകരനെ സ്വാഗതം ചെയ്തോ കോൺഗ്രസ്സിലേക്ക്? വേണു പോയത് ആലപ്പുഴ MP എന്ന നിലയ്ക്കായിരിക്കാം, അല്ലെ സുഹൃത്ത് എന്ന നിലയ്ക്കായിരിക്കാം, പഴയ MLA എന്ന നിലയ്ക്കായിരിക്കാം. പക്ഷേ അവിടെ നമ്മൾ രാഷ്ട്രീയം കാണുന്നു എന്ന് പറയുന്നത് സാഹചര്യമാണ്. വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നമ്മൾ ഏത് സന്ദർശനത്തിലും നമ്മൾ രാഷ്ട്രീയ കൗതുകം ദർശിക്കണം. കാരണം ആ കൗതുകമാണ് പിന്നീട് വേറെ രാഷ്ട്രീയമായിട്ട് വളർന്നു വരിക. G സുധാകരനെ CPMനെ ഇപ്പം ജയേന്ദ്രൻ പറഞ്ഞല്ലോ, സുധാകരനെ കുറിച്ച് എന്തൊക്കെയാണ് പുകഴ്ത്തി പറഞ്ഞത്. എന്താണ് ജയേന്ദ്ര ഈ സുധാകരനെ പാർട്ടി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയപ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീട്ടിലേക്ക് വിളിച്ചിട്ട് കാപ്പി കൊടുത്തത്? ഓർമ്മയില്ലേ? പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയ ഒരാൾക്ക് പിണറായി വിജയൻ എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്തിനാണ് കാപ്പി കൊടുത്തത് വീട്ടിൽ വിളിച്ചിട്ട്? സുധാകരനെ അറിയുന്നുണ്ടല്ലേ? ആ സുധാകരൻ്റെ നിലപാടുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നേരത്തെ മറ്റേ ദാമോദർ പ്രസാദ് പറഞ്ഞ പോലെ കോൺഗ്രസ് പോയിട്ട് ഷാളിടാൻ പോയതല്ല. കോൺഗ്രസ്സിലേക്ക് ആർക്കും വേണം. കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സിലേക്കും UDFിലേക്കും ആരെങ്കിലും വന്നാലും വന്നില്ലെങ്കിലും അതൊരു പ്രത്യേക കാര്യമുള്ളൂ. അല്ലാണ്ട് കോൺഗ്രസ് മതനിരപേക്ഷ നിലപാടുള്ള ആർക്കും കടന്നു വരാമെന്നാണ് M. ലിജു പറഞ്ഞത്. ഈ കൂടിക്കാഴ്ചയോട് പ്രതികരിച്ച് M. ലിജു പറഞ്ഞത് ആർക്കും വരാമെന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും വരണമല്ലോ. കാരണം സന്ദീപ് വാര്യർ മതനിരപേക്ഷ നിലപാടിനായിട്ട് അദ്ദേഹം 3 കാര്യങ്ങൾ പറഞ്ഞില്ലേ സന്ദീപ് വാര്യർ? ഒന്നെന്താണ് രാഹുൽ ഗാന്ധിയുടെ സ്നേഹക്കട, മറ്റെന്താണ് ഞാൻ സംഘപരിവാർ ആശയങ്ങളെ തള്ളിക്കളയുന്നു, മൂന്നാമതെന്താണ് കോൺഗ്രസ് മുക്ത ഭാരതം ഇല്ല, ഞാൻ രാഹുൽ ഗാന്ധി അംഗീകരിക്കുന്നു. ഈ ഒരു സന്ദേശം, മതേതര സന്ദേശത്തെ ഉൾക്കൊണ്ട് ആർക്കും കോൺഗ്രസിലേക്ക് വരാം. ഈ സന്ദീപ് വാര്യർ വന്നപ്പോൾ എന്താണ് CPM പറഞ്ഞത്? അദ്ദേഹം RSS മനസ്സുള്ള ആളായി കോൺഗ്രസ് നിൽക്കുന്നതല്ലേ. അപ്പം ഞാൻ പറഞ്ഞ CPMൻ്റെയും BJPയുടെയും ചില നിലപാടുകൾ, ചില ആക്ഷേപങ്ങൾ അതൊന്നും ചർച്ച ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല സ്മൃതി. ഇവിടെ നമ്മൾ നല്ല രാഷ്ട്രീയം സംസാരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന കൃഷ്ണദാസ് പോലും എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഈ BJP നേതാക്കളുടെ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടാവില്ല. ഒരു കാലത്ത് ഒരു 10-20 വർഷം മുമ്പ് VS അച്യുതാനന്ദനുമായിട്ട് ചർച്ച നടത്തുമെന്നൊരു BJP നേതാവ്, വലിയ നേതാവാണ്, അന്നത്തെ പ്രസിഡന്റ് പ്രസ്താവിച്ചു. അച്യുതാനന്ദൻ ചുട്ട മറുപടി കൊടുത്തു. കാരണം BJPക്ക് എക്കാലത്ത് ഇങ്ങനെയാണ്. കാരണം അവർ തലക്കെട്ട് രാഷ്ട്രീയമാണ്, പത്രങ്ങളിലെ അല്ലെങ്കിൽ ചാനലുകളിലെ ബ്രേക്കിംഗ് ന്യൂസ് രാഷ്ട്രീയമാണ് അവർക്കുള്ളത്. കോൺഗ്രസിന് അതല്ല. കോൺഗ്രസ് എന്ന് വെച്ചാൽ ഒരു നയമുണ്ട്, പരിപാടിയുണ്ട്, അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ ഭാഗം നടപ്പാക്കുന്നത് മറ്റേ സന്ദർശിക്കാൻ പോയിട്ട് ആളെ പിടിച്ചുകൊണ്ട് വരില്ല. സുധാകരൻ ഇന്ന് നടത്തിയ പ്രതികരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ശ്രീ ജയേന്ദ്രൻ പ്രത്യേകിച്ചെടുത്ത് വായിക്കണം. ഞാനത് കൃത്യമായിട്ട് ഇവിടെ പറയാൻ പോകുന്നില്ല. സുധാകരൻ അതിനുശേഷം നടത്തിയ പ്രസ്താവന, കെ സുരേന്ദ്രൻ്റെ പ്രസ്താവനയോട് നടത്തിയ പ്രതികരണം,
KC വേണുഗോപാലിൻ്റെ സന്ദർശനത്തോടെ നടത്തിയ പ്രതികരണം, ഇതൊക്കെ നമ്മൾ വായിക്കണം. അങ്ങനെ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ സുധാകരൻ എന്ന മാർക്സിസ്റ്റ് നേതാവിൻ്റെ, മുൻ മാർക്സിസ്റ്റ് നേതാവെന്നല്ല ഞാൻ പറഞ്ഞ മുൻ മന്ത്രി എന്നതിന് ഉദ്ദേശിച്ചത്, മുൻ മാർക്സിസ്റ്റ് നേതാവല്ല, മാർക്സിസ്റ്റ് നേതാവിൻ്റെ നിലപാടുകൾ ചർച്ച ചെയ്യുമ്പോൾ ആ നിലപാടുകൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രക്തസാക്ഷി കുടുംബം എന്ന്. രക്തസാക്ഷി കുടുംബത്തിൽപ്പെട്ട ഒരാളെക്കുറിച്ച് പറയുമ്പോൾ MV രാഘവൻ്റെ മക്കൾ എവിടെയാണ് എന്ന് ജയേന്ദ്ര? കൂത്തുപറമ്പ് വെടിവെപ്പിന് കാരണക്കാരനായ MV രാഘവനെ ചീത്ത പറഞ്ഞ നിങ്ങളുടെ സംസ്ഥാന ജില്ലാ നേതാക്കളെ നികേഷ് കുമാറിനെ നിന്ന് എവിടെയാണ് കൊണ്ടിരുത്തിയിരിക്കുന്നത്? അപ്പോൾ ഭൂതകാല രാഷ്ട്രീയത്തിൽ പലതും സംഭവിക്കും. പക്ഷേ വർത്തമാനകാല രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ, നമ്മൾ വർത്തമാനകാല രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സമയത്ത് പ്രസക്തമായ കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ. അതാണ് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.